നമ്മളൊരു എ സി വാങ്ങുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഇനി അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ എ സി വാങ്ങുകയാണെങ്കിലും ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വയ്ക്കണം എന്നുള്ളതാണ്. ഒരു 1500-2000 രൂപയാണ് ഒരു സ്റ്റെബിലൈസറിന് വരുന്നത്. നമ്മളൊരു 30,000-40,000 രൂപ കൊടുത്തൊരു എ സി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 2000 രൂപയും കൂടി ചിലവാക്കിയിട്ട് ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വെക്കണം. അതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ചിലപ്പോൾ ചില ഷോപ്പുകാരൊക്കെ പറയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനുള്ള എല്ലാ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ തടയാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ വരുന്ന എല്ലാ എ സിയിലും ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വാങ്ങി വെക്കുക എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, നമ്മൾ എ സി വാങ്ങാൻ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് എ സിയുടെ വില പറയുമ്പോൾ അവർ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് ആദ്യം പറയാറില്ല. അപ്പോൾ ഏകദേശം ഒരു 1500 രൂപ മുതൽ 2500 വരെ പല കമ്പനികളും പല രീതിയിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് വാങ്ങുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടണം. ഇനി ഇൻസ്റ്റാളേഷന് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയുക, ആദ്യം വാക്യൂം ചെയ്യണം, അതിന് ശേഷമാണ് എ സി ഫിറ്റ് ചെയ്യാമെന്ന് പറയുക. അങ്ങനെ വാക്യൂം ചെയ്താൽ മാത്രമേ നല്ല കൂളിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം സർവീസ് ചെയ്യാൻ വരുന്നവരോട് പറയണം. പലപ്പോഴും സർവീസിന് വരുന്ന ആളുകൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് കണക്ട് ചെയ്ത് പോവുക ഉണ്ടാവാറുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ വാങ്ങണം. അപ്പോൾ സ്റ്റാൻഡിന് പല രീതിയിലുള്ള വില വരുന്നുണ്ട്. 500 മുതൽ 1000 രൂപ വരെയൊക്കെ വില അവർ വാങ്ങുന്നുണ്ട്. അതിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് നാശമായി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പലർക്കും വരാവുന്ന ഒരു കാര്യം, നമ്മൾ എ സി ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഓഫ്ലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഇതിൻ്റെ സർവീസും ഇൻസ്റ്റാളേഷനും ഒക്കെ തരുന്നത് കമ്പനി നേരിട്ടാണ്, അല്ലാതെ ഷോപ്പുകാർ വഴിയൊന്നുമല്ല.